ഇനി ഒരിക്കലും എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ കാണൂല. ഇനി ഞാൻ സ്വയം അറിഞ്ഞ് കണ്ണടയ്ക്കുന്ന ഒരു നിമിഷം ആ കണ്ണ് തുറക്കുമെന്ന് ഞാൻ ഒരിക്കലും ഉറങ്ങുന്ന ഉറക്കത്ത് പോലെ ഞാൻ ചിന്തിച്ചിട്ടില്ല. മൂക്കിൽ പമ്പിടുന്ന സമയത്ത് ഭയങ്കര പെയിനാ, സഹിക്കാൻ പറ്റൂല. ഞാൻ സിസ്റ്റർ അടുത്തൊറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ, എന്നെ രക്ഷിക്കല്ലേ സിസ്റ്ററെ. കണ്ണനായിരിക്കും ഒരു പക്ഷെ എന്നെ ലൈഫിലേക്ക് കൊണ്ടുവന്നത്. കണ്ണൻ തന്നെയാണ് ഒരു രണ്ടാമത്തെ ജീവിതത്തിലേക്ക് പിടിച്ചു കയറ്റിയെന്ന് തോന്നുന്നു. സത്യമായിട്ടാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അവസാനമായിട്ട് എൻ്റെ നമ്മളുണ്ടല്ലോ, ഇനി ആരും ആത്മഹത്യ ചെയ്യാൻ അല്ലെ മരണത്തെ തൊട്ടു മുമ്പ് കണ്ടൊരു വ്യക്തി എന്നുള്ള ഒരു അനുഭവം കൊണ്ട് ഞങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും ഒരു ഉപദേശം തരട്ടെ. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും മരണത്തിനെ പറ്റി ചിന്തിക്കരുത്. എന്താ വെച്ചാല് അത് പറയാൻ കാരണം, എനിക്ക് ഈ ഒരു പ്രശ്നം വന്നപ്പം എനിക്ക് എൻ്റെ ചുറ്റിലുള്ള ആൾക്കാരെ മനസ്സിലാക്കാൻ പറ്റി, എനിക്ക് ഞാനേ ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റി. എനിക്ക് വലിയൊരു പാഠം തന്നെ ഇതിൽ തന്നു. അത് അനുഭവങ്ങൾ കൊണ്ടേ നമുക്ക് പാഠം കിട്ടുള്ളൂ, അല്ലാതെ ഒരു കാരണം കൊണ്ടും നമുക്ക് പാഠം കിട്ടൂല. ഞാൻ ഈ കുടിച്ച ഗുളികയിൽ ഞാൻ മൊത്തം 50 ഗുളിക മേടിച്ചിട്ടുണ്ടായി. അതിൽ 30 എണ്ണേ ഞാൻ കുടിച്ചിട്ടുള്ളൂ. അതിൽ 20 ഗുളികയിൽ ഈ ഉറക്കിൻ്റെ ഒരു ഇത് കണ്ടന്റ് കൂടുതലുള്ള ഒരു ഗുളികയാണ് ഞാൻ കുടിച്ചത്. അപ്പോൾ ഈ 30 എണ്ണം കുടിച്ചപ്പോഴേക്ക് എൻ്റെ മോൻ വന്നു. എൻ്റെ മോനെന്ന് പറയുന്നത് 8ാം ക്ലാസ് പഠിക്കുന്ന മോനാ. അതിൻ്റെ 2 ദിവസം മുമ്പ് തൊട്ട് ഞാൻ ഫുഡൊന്നും കഴിക്കുന്നു, മെൻ്റലി ഭയങ്കര ഡൗൺ ആയിരുന്നു. അപ്പം ഇവൻ ഗുളിക പിടിച്ചപ്പം എനിക്ക് ഇവനോട് മല്ലിടാനുള്ള ശേഷിയില്ല, ഞാൻ അങ്ങ് കൊടുത്തേച്ചു. അപ്പോഴേക്കും ഇവൻ തോന്നിയിട്ടുണ്ട് ഞാൻ എന്തോ പണി ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പോഴേക്കും അവൻ അനിയനെ വിളിച്ചതാണ്. അപ്പം ഞാൻ ഈ കണ്ണ് അവസാനമായിട്ട് നമ്മൾ മയങ്ങിപ്പോവില്ലേ, ആ ഒരു മയക്കത്തിൽ എൻ്റെ 2 മക്കൾ എൻ്റെ 2 സൈഡിൽ നിന്ന് കരയാണ്. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കുക, പഠിച്ചോനെ, എൻ്റെ മക്കളെ ഞാൻ അവസാനമായിട്ട് കാണുന്നൊരു മൊമെൻ്റാണത്. ഇനി എൻ്റെ മക്കളെ ഞാൻ ലൈഫിൽ ഒരിക്കൽ പോലും കാണൂല എന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ട് ലാസ്റ്റത്തെ ഒരു നോട്ടം, അത് വല്ലാത്തൊരു ഇത് തന്നെ. ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഞാൻ ഇനി ഒരിക്കലും എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ കാണൂല, ഇനി ഞാൻ ഈ ഭൂമിയിൽ ഇല്ല എന്ന് സ്വയം അറിഞ്ഞ് കണ്ണടയ്ക്കുന്ന ഒരു നിമിഷം ആ കണ്ണ് തുറക്കുമെന്ന് ഞാൻ ഒരിക്കലും ഉറങ്ങുന്ന ഉറക്കത്ത് പോലെ ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷെ ഞാൻ കണ്ണ് തുറന്നു. കണ്ണ് തുറക്കുന്നെന്ന് പറയാന് പിന്നെ MMCയിലേക്ക് എന്നെ ആദ്യം കൊണ്ടുപോയത്. അപ്പൊ MMC കൊണ്ടുപോയിട്ട് ഇവര് മൂക്കിൽ പമ്പിടുന്ന സമയത്ത് ഭയങ്കര പെയിനാ, സഹിക്കാൻ പറ്റൂല. ഈ പെയിൻ കൊണ്ടാണ് ഞാൻ അറിയുന്നത്. അപ്പൊ തുറക്കുമ്പോഴേക്ക് എന്റെ കണ്ണനറിയാവുന്ന ഒരു സിസ്റ്ററാട്ടോ. അത് പിന്നെ എന്നോട് ചോദിച്ചു, എന്തിനാടോ ഈ പരിപാടിക്ക് എത്തുന്നത്? ഞാൻ സിസ്റ്റർ അടുത്തൊറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ, സിസ്റ്ററെ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, എന്നെ രക്ഷിക്കല്ലേ സിസ്റ്ററെ, ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരണം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ആ ഒരു മൊമെന്റ് എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല, ഞാൻ കണ്ണ് തുറക്കുമെന്നുള്ളത്. പക്ഷെ തുറന്നു. മക്കളുടെ കൂടെ പിന്നെയും മുമ്പോട്ട് പോകാൻ പറ്റി. അത് ശരിക്കും നിങ്ങൾ പറഞ്ഞതിൻ്റെ അവര് കണ്ണനായിരിക്കും ഒരു പക്ഷെ എന്നെ ലൈഫിലേക്ക് കൊണ്ടുവന്നത്. ഈ ഞാൻ ഒരൊറ്റ ഫോട്ടോ മാത്രമേ വരയ്ക്കുള്ളൂ എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഇവരാരും അറിയാത്തൊരു കാര്യം എന്താണെന്നറിയോ, ഞാൻ വരച്ചു തുടങ്ങിയത് വെണ്ണക്കണ്ണനെ എന്നല്ല, ഞാൻ ലഡു എടുത്ത് കഴിക്കുന്ന കണ്ണനെയാണ് ആദ്യമായിട്ട് വരച്ചു തുടങ്ങി. അതിന് ശേഷം പല രൂപത്തിലുള്ള കണ്ണനെ ഞാൻ വരച്ചിട്ടുണ്ട്. ഞാൻ വരയ്ക്കുന്ന ഒരു കണ്ണന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഏത് ഉണ്ണിക്കണ്ണന്മാരെയും ഞാൻ വരയ്ക്കും, എനിക്ക് അതേപോലെ പകർത്താനൊന്നും അറിയില്ല, എൻ്റെ ശൈലിയിൽ ഞാൻ വരയ്ക്കും. വരച്ചു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ ഫേസ് ഏട്ടാനിയന്മാരെ മാതിരി പെട്ടെന്ന് മനസ്സിലാവും ഞാൻ വരച്ചതാന്നുള്ളത്. ഞാൻ ഈ ഒരു വെണ്ണക്കണ്ണൻ എൻ്റെ സിഗ്നേച്ചർ ഐറ്റം ആക്കാൻ വർഷങ്ങൾ കഷ്ടപ്പെട്ടു.